ഇരിക്കുന്നവരിറങ്ങി പോരുതാരും. പ്രണയമധുരേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ. പ്രിയമുള്ളവരെ, ആയാസകരമായ ഈ സമയം ആനന്ദകരമാക്കുന്നതിനായി എൻ്റെ കയ്യിലുള്ള ഒരു ഉൽപ്പന്നം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അറേബ്യൻ രാജ്യങ്ങളിലെ മരുഭൂമിയിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഊതിൻ്റെ മണം ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഊതും അത്തറും സുറുമയും എല്ലാം എൻ്റെ കൈവശമുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വാങ്ങാം. ഊത്, അത്തർ, സുറുമ ഇവിടെ പെൺകുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം. ഊത്, അത്തർ, സുറുമ ആർക്ക് വേണമെങ്കിലും മേടിക്കാം. ഊത്, അത്തർ, സുറുമ. ഊത്, അത്തർ, സുറുമ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ആർക്കും വേണ്ട? ആർക്കെങ്കിലും വേണോ? സുഗന്ധം ജന്നാത്തിൽ ഫിർദൗസിൽ ഊത്, അത്തർ, സുറുമ. ഒരെണ്ണം വെച്ചാ ഒരെണ്ണം കൊച്ചു ചിലപ്പം വാങ്ങിക്കും. അതിനു വേണ്ടി വരും. വെച്ചരാ. ആർക്കും വേണ്ട? ഒരു അത്തർ വേണം. അത് വേണ്ട, നിങ്ങൾ എടുത്തോളി. അത് നിങ്ങൾ എടുത്തോ, കാശ് വേണ്ട. അല്ല, എനിക്ക് ഒരെണ്ണം തരാവോ? ഇനി ആർക്കും ഇല്ല. അവിടെ ഇരിക്കായിരുന്നല്ലോ. ആ ഡ്രൈവറാ ഓണമെന്നടിക്കോ? ഇതിപ്പോ എന്താ രണ്ടാൾക്കും കൂടി ഒപ്പം തൂറാൻ മുട്ടിയതെന്ന് മനസ്സിലായില്ല. അതിലെന്തോ ഒരു വശപ്പശക് ഉണ്ടോ? അല്ല, ചിലപ്പോ കൂട്ടിയിട്ടുണ്ടാവും. അതെ, വൃത്തില്ലാതെ കിടക്കണേ. അതെ, ഞാൻ ആ കുട്ടികളോട് അത് നേരാക്കാൻ പറഞ്ഞിട്ട് കുറെ ദിവസമായി. അതിന് ഒരാളും പറഞ്ഞാ കേൾക്കില്ല. അതെ, കുഴപ്പമില്ല. ആ, എവിടെയാണ് വീട്? ഞാനേ വയറ്റിലേക്ക് പോകുക. വയറ്റില. കുട്ടിയുടെ കൂടെ നിങ്ങളുടെ കൂടെ ഒരാൾ വന്നില്ലേ, ഭർത്താവ്? അത് ഭർത്താവല്ല. ഞാൻ അവിടെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പോ പിന്നെ നോക്കുമ്പോ കാണാനില്ല. എവിടേക്ക് പോയില്ല. എന്റെ ഭർത്താവല്ല. എന്തൊക്കെയാ പറയണ ആർക്കാര്? ആ, അതാ വരും. ഞാൻ അയാളെ ചോദിച്ചേ. അത് ബസ്സിൽ കണ്ടതാ. ആ, ഞാനേ ഒന്ന് അവിടെ പോയിട്ട് ഇങ്ങോട്ട് രണ്ടാമത് വന്നപ്പോ ആളെ കാണാനില്ല. ഞാൻ പറമ്പിൽ പോയി. ആളെ കാണാനില്ല. പറമ്പിൽ പോയി സാധിച്ച്. ആ, സ്ഥലം വേണമെന്ന് പറഞ്ഞു. അത് നോക്കാ, കച്ചവടാക്ക. ഞങ്ങൾക്കേ ബസ് കാത്തു നിൽക്കുന്നുണ്ട്. ബസ്സിൽ പോണേ രണ്ടാക്കും. ഓ, അപ്പൊ നിങ്ങൾ പോട്ടെ, പിന്നെ വരാം. ആ, ശരി ശരി ശരി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. പോയിക്കോളി. അത്ര പന്തിയല്ല അത്. എങ്ങടെ പോയിണ്? എന്തോന്നോ അല്ലട്ടെ, എവിടേക്കാ പോയിന്ന് ചോദിക്കത്? അവരെവിടേക്ക് പോയെന്ന് നിങ്ങൾ കേട്ടില്ലേ പറഞ്ഞപ്പോ? പിന്നെ എന്തിനാ വീട്ടിൽ ചോദിക്കണേ? സമാധാനമല്ലാതെ മനുഷ്യൻ. ഒന്ന് വേഗം വായി ചേച്ചി. ഇത് എന്താ ഇത്? ഇത് നേരെ എത്ര സമയമായി. ഒന്ന് പെട്ടെന്ന് വായി. എവിടെ ഒന്ന് കേറിക്ക് ചേച്ചി. എത്ര നേരം അത്? ബാക്കിയുള്ളവർ കേറിയല്ലോ. പോയത് പക്ഷേ പോട്ടെ. അല്ല, ഈ സ്ത്രീ ഇങ്ങടെ ആരെങ്കിലും? പിന്നെ ആ സ്ത്രീയുടെ കൂടെ നിങ്ങൾ ഇങ്ങടെ പോയത്? അതെ,
വെട്ട് കിടക്കാൻ മുട്ട് കിടക്കാൻ പറ്റൂല നിങ്ങൾക്കും എടാ ഈ ചങ്ങായി കക്കൂസ് പോയതാ അതാ നേരം വൈകിയത് വണ്ടി എടുത്തു വിടറോ പോയ കാര്യം എന്തായി നിങ്ങൾ ഒന്നിച്ചാ ബാത്റൂം പോയത് ഒന്നും രണ്ടാളും മിണ്ടാണ്ടൊക്കെ ചെയ്ത് അത് കേൾക്കട്ടെ കേൾക്കാൻ സ്പീഡിൽ വിടാൻ പറയട്ടാ നിങ്ങളെ പോയി ഓട്ടിക്ക് ആ ബാപ്പുട്ടിയാ അതവിടെ വന്നോണ്ടിരിക്കണേ ഒരു 10 മിനിറ്റ് കൂടി വഴുകും ആ രണ്ടാളെ വഴിയില് ബാത്റൂം പോകാൻ മുട്ടിയിട്ട് ഇവിടെ വണ്ടി നിർത്തിയിട്ട് ആ കാര്യമൊക്കെ സാധിച്ചിട്ടാ വരുന്നതാ ആ എത്താ ഞാൻ വന്നിട്ട് പോകണൂടാ ഒന്നും നിർത്താൻ പറയൂ ഒന്നും നിർത്താൻ പറയൂ ഞാൻ രാവിലെ കഴിച്ച ഫുഡിന് എന്തോ കുഴപ്പമുണ്ട് എനിക്കൊന്ന് ബാത്റൂമിൽ പോണം അതെ ഇനി വണ്ടി നിർത്താൻ പറ്റില്ല ഇപ്പൊ തന്നെ ഒത്തിരി ലേറ്റ് ആയി അത് കാരണം എവിടെയൊക്കെ വായിരിക്കണത് കേട്ടിട്ടിരിക്കുക ഞാന് ചേട്ടാ ഒന്നും നിർത്താൻ എന്റെ ഇനി പ്രശ്നമായോ പ്രശ്നം നിർത്തി കൊടുക്കുക നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എനിക്ക് പ്രശ്നമില്ല ഒരു കാര്യം ഞാൻ ഇപ്പൊ ഇരിക്ക്. ഒന്നും ദേ, ഇവിടെ നിന്ന് നിർത്താൻ പറ്റില്ല. അതെ, എടുത്ത് ചാടരുത്, വണ്ടി നിർത്തട്ടെ ഏയ്, ഇതിനകത്തും പോകാനില്ല. ഏയ്, വെയിറ്റ് ഇല്ല, 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 വെയിറ്റ് ചെയ്യണ്ട. പോകാണ്. അവിടെ ഇരിക്ക്, ഇയാളെ അവിടെ ഇരിക്ക്. വണ്ടി വിട്, വണ്ടി വിട്. വൈറ്റിലൊന്നും എത്തിയില്ലടോ പോയി ഇരിക്കടാ അവിടെ. ഓ, വാ, പോട്ടെ, പോട്ടെ, പോട്ടെ. അല്ലാന്ന് ഇതിനൊക്കെ ഒരു കരുണ കാണിക്കണ്ടേ അന്റെ പെണ്ണുങ്ങൾക്കാണ് സംഭവിക്കണമെങ്കിൽ ഇയാള് ഇയാൾ കൂടെ ഇറങ്ങി പോടോ കാരണം നീയപ്പ എന്താണ് ആ പരിപാടി നിർത്തിയ വേണ്ടെന്ന് വെച്ചാ ഞാനേ അത് ശരിയാവണല്ലോ എനിക്ക് ഞാനിങ്ങനെ പുതിയ എന്തെങ്കിലും പരിപാടി ഇങ്ങനെ ചെയ്യാന്നുള്ളൊരു നീ അന്നൊരു പണി ചെയ്യുന്ന എനിക്ക് അതിനൊരു ഫ്രാഞ്ചൈസി വരട്ടെ ക്ലോസറ്റ് ഫിറ്റിങ്സ് പൈപ്പ് നല്ല ലാഭമുള്ള ഇടപാടാണ് അതെ അത് നല്ല ലാഭമാണ് പക്ഷെ ഞാനേ സിനിമയിൽ എന്തെങ്കിലും ചെയ്താലൊന്ന് ആലോചിക്കാം സിനിമയില് താടിയും മുടിയും പോരടാ തലക്കകത്ത് എന്തെങ്കിലും വേണ്ടേ നിന്നെ കൊണ്ട് നടക്കും തോന്നണില്ല സാറേ ഈ ബാത്റൂം എവിടെയാണ് ബാത്റൂമിന്റെ പല വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ഏത് മോഡൽ ഏത് റേഞ്ചിൽ വേണമെന്ന് പറഞ്ഞാൽ അത് കാണിച്ചു തരാം അതല്ല സിനീഷേ എടാ ബാത്റൂം ഫിറ്റിംഗ്സിന്റെ ക്ലോസറ്റിന്റെ ഒക്കെ കാറ്റലോഗ് എടുത്തു കൊടുത്തേ മാഡത്തിന് അതല്ല ഈ ബാത്റൂം എവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ മതി ബാത്റൂം നമ്മളിപ്പോ പണ്ടൊക്കെ പുറകിലാണ് വെക്കണത് ഇപ്പൊ ഹോളിൽ തന്നെ വെക്കണവരുണ്ട് ബെഡ്റൂമിൽ വെക്കണവരുണ്ട് സാർ അതല്ല എനിക്ക് ബാത്റൂം ഒന്ന് ഉപയോഗിക്കണം എവിടെയെന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ പോകാനാ അത് ആ ഡോർ അങ്ങോട്ട് ചെന്നിട്ടേ ലെഫ്റ്റ് സൈഡില് ലേഡീസിന്റെ ടോയ്ലറ്റ് ഉണ്ട് ഫ്രഷ് ആയിക്കോ ചില ആളുകളെ ഉപയോഗിച്ച് നോക്കും എന്നിട്ട് സെലക്ട് ചെയ്യുള്ളൂ എന്താ നീ ചിരിക്കണ നിനക്ക് തൂറാൻ മുട്ടാറില്ലേ പിന്നെന്താ നീ കേൾക്കാത്തൊരു കാര്യം പോലെ പെട്ടെന്ന് എനിക്ക് ചിരിക്കണ്ട എടാ അതൊക്കെ നമ്മുടെ സഹോദരിമാരാണ് ഇത് മനുഷ്യനുള്ള കാര്യമാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ നമ്മ അതിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ തൊട്ടാ ചിരിക്കാനുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ മുട്ട ഏതാന്ന് നിനക്കറിയാമോ ഇല്ല തൂറാമുട്ടാണ് തടുക്കാൻ പറ്റില്ല അതല്ലേ നമ്മൾ ഈ ബിസിനസ് തുടങ്ങിയപ്പോ ഒരുപാട് പഠിക്കാനുണ്ട് നീ നോക്കുമ്പോ ക്ലോസറ്റ് വിൽക്കണം പേരിക്ക് ഒരു വിലയില്ല പക്ഷെ ഇത് ഗംഭീര കാര്യമാണ് ഇത് സാറേ ശരി കേട്ടോ താങ്ക്സ് ഓ അതൊന്നും ആവശ്യമില്ല ഇനി ഈ വഴിക്ക് പോകുകയാണെങ്കിൽ മുട്ടുമ്പോ കയറി തട്ടിക്കോ ആരോട് ചോദിക്കണ്ട നമ്മുടെ പ്രോഡക്റ്റ് ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞേര് ഇതിപ്പോ എന്താ കുഴപ്പമെന്നറിയാമോ നമ്മൾ സ്വച്ഛ് ഭാരത് എന്നും പറഞ്ഞിട്ട് 1% ടാക്സ് കൊടുക്കണ്ട എന്ത് വാങ്ങിയാലും അതൊക്കെ ഈ ഹൈവേയില് ബാത്റൂം ഒക്കെ പണിയാനുള്ള പൈസയാണ് അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നട്ടം തിരിഞ്ഞ് ഓടണ എന്താ പണിയാത്ത എന്താണ് അതൊക്കെ സ്വച്ഛ് ഭാരത് ആയിരിക്കുള്ളൂ
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ നേരിടേണ്ടി വന്ന ഒരു ദുരവസ്ഥ അങ്ങയുടെ മുമ്പിൽ ബോധിപ്പിക്കേണ്ടതിനാണ് ഈ കത്തെഴുതുന്നത്. ഇന്ന് രാവിലെ ബസ്സിൽ യാത്ര ചെയ്യവേ കക്കൂസിൽ പോകാനുള്ള അമിതമായ തോന്നൽ അനുഭവപ്പെട്ട എനിക്ക് സഹിക്കേണ്ടി വന്ന മാനസികവും ശാരീരികവുമായ സമ്മർദ്ദങ്ങളാണ് ഇങ്ങനെ ഒരു കത്തെഴുതാനുള്ള കാരണം. കേരളത്തിൽ കുറഞ്ഞത് 2 കിലോമീറ്റർ ഇടവിട്ടെങ്കിലും പൊതു കക്കൂസുകൾ നിർമ്മിക്കാനും അതൊരു കാവൽക്കാരനെ നിയോഗിച്ച് സംരക്ഷിക്കാനും അങ്ങ് നടപടി സ്വീകരിക്കണം. ഞാൻ ഉൾപ്പെടെയുള്ള പൊതുജനം വൃത്തികേടാക്കി ഉപയോഗശൂന്യമാക്കും എന്നുറപ്പുള്ളതിനാലാണ് കാവൽക്കാരനെ നിയോഗിക്കണമെന്ന് അപേക്ഷിക്കുന്നത്. നമ്മൾ മലയാളികൾ ഏറെക്കുറെ അങ്ങനെയാണല്ലോ. സ്വന്തം ഉപയോഗം കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കാറേയില്ല. പൊതു കക്കൂസിന്റെ ദൗർലഭ്യത്താൽ ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത ടെൻഷനും സമ്മർദ്ദവും അനുഭവിച്ച വ്യക്തി എന്ന നിലയിലാണ് ഈ കത്തെഴുതുന്നതെങ്കിലും എൻ്റെ സങ്കടം നിവർത്തിച്ചാൽ അത് 100 കണക്കിന് ജനങ്ങൾക്ക് കൂടി ആശ്വാസമായിരിക്കും എന്ന് ബോധിപ്പിക്കുന്നു. വിശ്വസ്തയോടെ മണ്ടോദരി, മന്ദാരം, വൈറ്റില. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, യൂട്യൂബിൽ മരമായും ഫുള്ളായിട്ട് കാണാനുള്ള ഒരു അവസരം ഇല്ലല്ലോ, എങ്ങനെയാണ് നിയാസെ അത് ഒന്ന് ഫുള്ളായിട്ട് കാണാനുള്ളത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇനി മുതൽ മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മരമായം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ എപ്പിസോഡുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇനി ഇങ്ങനെ ഒരു സംശയം വേണ്ട, മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ.